പ്രഭാസിനെ റെബൽ സ്റ്റാർ എന്ന് വിളിക്കുന്നു എന്ന് കറക്റ്റ് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ആ ലാസ്റ്റ് ഫൈറ്റ് സീൻ ഒന്നും പറയാനില്ല. എൻ്റെ പാർട്ട് 2 വേണ്ടിയാണ് വെയിറ്റിംഗ്. വേറൊരു ലെവൽ എന്ന് വെച്ചാൽ KGF-ന്റെ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. മറ്റൊരു യൂണിവേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കടപിടിക്കും. അവസാനം നമ്മളൊരു ശകലം ലാഗ് തോന്നിയായിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും പടം KGF ലെവലിലേക്ക് തന്നെ മാറുവാണ്. KGF-ൽ ഫസ്റ്റ് തീർന്നതുപോലെ തന്നെ നമ്മൾ അടുത്തവന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത്ര നല്ല പടം കേട്ടോ. പെർഫോമൻസ് രണ്ടുപേരും പൃഥ്വിരാജ് ഒരു പടി മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അഭിനയത്തിന് പൃഥ്വിരാജാണ് ഇഷ്ടമാണ്. നല്ലത് പൃഥ്വിരാജിൻ്റെ എൻട്രിയും അവസാനത്തെ അടിപൊളി ഉക്കറാക്കി എടുത്തിട്ടുണ്ട് പൃഥ്വിരാജ്. നന്നായിട്ടുണ്ട് പൃഥ്വിരാജ്. നല്ല ക്രിസ്മസ് ഇത് തന്നെ നോക്കും. നേരെ വേറൊരു അതുമായിട്ട് കമ്പയർ ചെയ്ത് നേരും സലാറും ക്രിസ്മസ് നോക്കും. രണ്ട് താറും അങ്ങനെയൊക്കെ ചോദിച്ചെങ്ങനെ പറയാം. ഒരേ സംവിധായകൻ അതുപോലെയൊക്കെ എനിക്ക് അതുപോലെയൊക്കെ ആ ഒരു കുറച്ചൊക്കെ ഫീലൊക്കെ വന്നു. പക്ഷേ എനിക്ക് ഓർമ്മ ഇഷ്ടം മ്യൂസിക് ഫീച്ചേഴ്സൊക്കെ ഇങ്ങനെ അതൊക്കെ അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് കുറച്ചുകൂടി സൂപ്പറായിട്ട് ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രഭാസിനേക്കാൾ നന്നായിട്ട് കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കും കേരളത്തിൽ നിന്നായതുകൊണ്ട് കുറച്ചുകൂടി ഒരു സ്റ്റാർഡമൊക്കെ എനിക്ക് ചില സമയങ്ങളൊക്കെ ഫീൽ ചെയ്തു. പൃഥ്വിരാജ് അന്യഭാഷയിൽ തിളങ്ങുന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ചില അത് ഞാൻ ചിന്തിച്ചു. ഒബ്വിയസ്ലി എന്തായാലും കുറച്ചുകൂടി കാലം കഴിയും മുൻനിരയിൽ തന്നെ ഉണ്ടാവുമായിരിക്കാം ഉറപ്പായിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യും ഇത് പക്കാ മാസ് ആക്ഷൻ മൂവിയാണ്. പൃഥ്വിരാജിനെക്കാളും സ്പേസ് ഉള്ള പ്രഭാസാണ്. പ്രഭാസ് ഫിലിമാണിത്. മാസ് ആക്ഷൻ മൂവിയാണ്. ഓൺലി ഒരു നെഗറ്റീവ് പറഞ്ഞാൽ വയലൻസ് കുറച്ച് കൂടുതലാണ്. 3 hours അടുത്ത് വെയിറ്റ് ചെയ്യുന്നില്ല. ലിയോക്കാട്ട് നല്ല പടമാണ്. എനിക്ക് തോന്നുന്നു ജയിലറിൻ്റെ അത്ര തന്നെ ഇറ്റാൻ സാധ്യതയില്ല. പ്രഭാസിൻ്റെ പടമാണ്. പ്രഭാസിൻ്റെ തിരിച്ചുവരവാണ്. ആ ലെവലെത്തിയിട്ടുണ്ട്. പ്രശാന്തിയിൽ സമയക്കണം. KGF 1, KGF 2, സലാറെല്ലാം. സലാർ ലിയോക്കാട്ട് നല്ല മൂവിയാണ്. ജയിലറിൻ്റെ അടുത്ത് തന്നെ വരും. BGM നല്ലതാണ്. പക്കാ മാസ് ആക്ഷൻ. ഓൺലി തിങ് പറഞ്ഞാൽ ബ്ലഡ് കുറച്ച് കൂടുതലാണ്. വയലൻസ് കുറച്ച് കൂടുതലാണ്. ലാഗില്ല. പുള്ളി എൻഗേജാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ കുറച്ച് മുമ്പാണ് പൃഥ്വിരാജ് വരുന്നത്. പൃഥ്വിരാജിന്റെ ഫേസ് പ്രഭാസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ഇച്ചിരി നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സിംഗുലർ ലൈനിലാണ് പോയത്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ ഭയങ്കര ഡെപ്ത് വന്നു. കുറേ ഏൻഷ്യൻ ഹിസ്റ്ററികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കുറേ കൾച്ചറുകളുടെ ഒരു അക്യുമുലേഷൻ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ട ഷോട്ട്സും ഉണ്ട്. അതിലും രസകരമായിട്ടുള്ള കുറച്ച് പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ഇമോഷണൽ സാധനങ്ങളും കുറച്ച് കൾച്ചറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫോക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. പ്രഭാസിൻ്റെ പെർഫോമൻസാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷനും ഗംഭീര പടമായിരുന്നു. ഈ പൃഥ്വിരാജിൻ്റെ റോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം എന്നത്തെ പോലെ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ആളുടെ ഇമോഷൻസും ആളുടെ ഐസിൽ കൂടെ ഉള്ള ഒരു സെൻറ്റിമെൻറ്റ്സൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം പ്രഭാസിൻ്റെ ഒരു മാസ്കുലിനിറ്റി വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്കത് നന്നായിട്ട് വർക്ക് ചെയ്തു. കാരണം ഞാൻ അങ്ങനത്തെ ആക്ടേഴ്സിലേക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ആ ഡയറക്ഷൻ, എഡിറ്റ്സ്, കട്ട്സ്, മ്യൂസിക്, സൗണ്ട് ഡിസൈനൊക്കെ ഒരു രക്ഷയില്ല. BGM നമുക്ക് മടുക്കുന്നില്ല. നമുക്ക് പിന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അറ്റത്തേക്ക് കൊണ്ടുപോകണം. സെക്കൻഡ് ഹാഫ് ആക്ച്വലി ഒന്നുകൂടെ കാണുന്നുണ്ട്, ഒന്നുകൂടെ ഡെപ്തിൽ മനസ്സിലാവാനായിട്ട്. ഇതിൽ എന്താ വെച്ചാൽ ഇതിൽ വലിയ വലിയ ആർമീസ്, റഷ്യൻ, സെർബിയൻ ഫൈറ്റേഴ്സിനൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ ഒരു സ്ക്രിപ്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്തായിരിക്കും എന്നത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു പർവ്വം വെച്ചിട്ടാണ് അതിൻ്റെ ടൈറ്റിൽ വന്നേക്കുന്നത്. അത് ഭയങ്കര ഒരു ഫൈറ്റ് ആയിരിക്കും തോന്നുന്നു. ഒരു 5-8 ആർമി എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നു. അതേസമയത്ത് പൃഥ്വിരാജിനൊപ്പം പ്രഭാസ് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ സലാർ എന്ന് പറയുന്ന ക്യാരക്ടർ. അതൊരു രസമായിരിക്കാം. എനിക്കറിയാം നെഗറ്റീവ് റിവ്യൂസ് വരുമായിരിക്കും പല രീതിയിലും, ആൾക്കാർ ലോജിക്കലി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ. പക്ഷെ നമ്മളൊരു മൂവി ആയിട്ട് ഇതിനെ വാച്ച് ചെയ്യുമ്പോൾ ആ ഒരു മേക്കിംഗ് ഭയങ്കരമായിട്ട് ഡെപ്ത് ഉള്ള ഒരു സാധനമായിട്ട് തന്നെ തോന്നിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊന്നുകൂടെ വാച്ച് ചെയ്യണമെന്നും കൂടിയാണ്. കമ്പാരിസൺ ഒന്നും ചെയ്യരുത്. അത് ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ കമ്പാരിസൺ ചെയ്യരുത്. ബട്ട് സ്റ്റിൽ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ്. അടിപൊളിയായിരുന്നു. ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ. രണ്ടുപേരും നല്ല കട്ടൊക്കെ കയറിയിരിക്കുന്നത്. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ ലാൽ സാർ കത്തിച്ച് വെച്ച ഒരു തീ, ചേട്ടൻ കത്തിച്ച് വെച്ച തീ അനിയൻ ഏറ്റെടുത്ത് ക്രിസ്മസ് രണ്ടുപേരും ഒന്ന് തൂക്കിയെന്ന് വേണം പറയാം. മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. OTT-യിലൊന്നും ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടത്തില്ല. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ്. പടം കണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. പക്ഷേ എല്ലാവരും മറ്റേ KGF-നെ താരതമ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ KGF അതൊരു വമ്പം ഒരൊറ്റയാൾ പോരാട്ടമാണ്. അതിനോട് ഇത് കമ്പയർ ചെയ്യാനേ പറ്റില്ല.
ഇത് പിന്നെ പൃഥ്വിരാജ് ആയിക്കോട്ടെ പ്രഭാസ് ആയിക്കോട്ടെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ അൻബരസിൻ്റെ ഫൈറ്റ് അങ്ങനെ അത്. പക്ഷേ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ KGF ഫസ്റ്റും സെക്കൻഡും ഒരിക്കലും ഇത് താരതമ്യം ചെയ്യണം. അത് പൊളിയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത്. നല്ല പൃഥ്വിരാജ് ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതിലാണിപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ വലിയ കോമ്പൊന്നുമല്ല. പ്രഭാസിൻ്റെ എല്ലാം നല്ലതാണ്. നല്ല ഫ്രെയിമാണ്, നല്ല സൂപ്പർ സംഭവം തന്നെയാണ്. പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും ഈ വെട്ടും കുത്തേ ഉള്ളൂ, അങ്ങനെയുള്ള വലുതൊന്നുമില്ല. ഉള്ള ആ സംഭവം പ്രഭാസിൻ്റെ ഉള്ളതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എന്തായാലും KGF 1ാം നിരയിൽ 2ാം നിരയിൽ നോക്കിയേ